അറിയേണ്ടത്. എന്തായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ, എന്ന് വരും സ്ഥാനാർത്ഥി പട്ടിക എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇടഞ്ഞു നിൽക്കുന്നതാണ് പട്ടിക വൈകാൻ കാരണമാകുന്നത്. തർക്കമില്ലാത്ത മണ്ഡലങ്ങളിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തിറക്കാൻ തന്നെയാണ് ശ്രമം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് ഡൽഹിക്ക് തിരിക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് 1-2 ദിവസങ്ങൾക്കൊന്ന് പൂർത്തീകരിക്കും കംപ്ലീറ്റ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും മികച്ച സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് ഞങ്ങൾ വരും ദിവസങ്ങളിൽ വരും. തീർത്തും ആത്മവിശ്വാസത്തോടെ പോവാണ്. ജനം എണ്ണുകയാണ്. 1, 2, 3, 4 26-ാം ദിവസം ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തിമ തീരുമാനം ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ പുറത്തു വരും. അത് ഞങ്ങൾ റെഡിയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയമുണ്ടോ? ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയമുണ്ടോ? ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റ് വീതം വയ്ക്കുന്ന കാലമൊക്കെ അസ്തമിച്ചു. ഇപ്പൊ കേരളത്തിൽ ഒരു ജില്ലയിലും ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റുകൾ വീതം വെച്ചിട്ടില്ല. ആ കാലം കഴിഞ്ഞു. ആ കാലം അസ്തമിച്ചു. എല്ലാം നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് കൂടിയാലോചനകൾ നടത്തി ഓരോ സീറ്റിലെയും വിജയ സാധ്യത അനുസരിച്ചിട്ടാണ് സീറ്റുകൾ തീരുമാനിക്കുന്നത്. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഒരു തർക്കവുമില്ല. എല്ലാ സീറ്റുകളും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അനൗൺസ് ചെയ്യാവുന്ന പാകത്തിലാണല്ലോ. സുനിൽ ഐസക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഇനിയും കൂടിയാലോചനകളൊന്നും പൂർത്തിയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലേ? എന്താണ് കോൺഗ്രസിനകത്തെ പ്രശ്നം? എപ്പോൾ വരും സ്ഥാനാർത്ഥി പട്ടിക? ദിവ്യ, വലിയ ആത്മവിശ്വാസം കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് പൂർത്തിയാവാത്ത സീറ്റ് വിഭജനവും എങ്ങുമെത്താത്ത അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥി ചർച്ചകളുമൊക്കെയാണ് UDF കോൺഗ്രസ് ക്യാമ്പിൽ കാണുന്നതെന്നത് സ്വാഭാവികമായും വലിയ നിരാശ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കണ്ടു, തൊട്ട് പിന്നാലെ തന്നെ CPM-ഉം CPI-യും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു വലിയ എഡ്ജ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്തു. ഇതിപ്പോ നേരത്തെ തന്നെ പറഞ്ഞതാണ്, വി.ഡി. സതീശന്റെ പുതുയുഗ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ യാത്രയ്ക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുമെന്ന്. പക്ഷേ യാത്ര തുടങ്ങുമ്പോൾ സീറ്റ് വിഭജനം എങ്ങും എത്താത്തൊരവസ്ഥയായിരുന്നു. അത് കോഴിക്കോട് എത്തുമ്പോൾ അവസാനിക്കുമെന്ന് പറഞ്ഞു, അവസാനിച്ചില്ല. പക്ഷേ ഇന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സീറ്റ് വിഭജന ചർച്ച പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ലീഗുമായിട്ട് പോലും പൂർത്തിയാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ പറഞ്ഞത് വരട്ടെ നോക്കാം, നാളത്തോടുകൂടി ഏതാണ്ട് ചിത്രം വ്യക്തമാകും എന്നാണ് പറഞ്ഞത്. അതായത് ലീഗുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല, ജോസഫ് വിഭാഗവുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല, RSPയുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. അങ്ങനെ ആ മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. അങ്ങനെ പൂർത്തിയാക്കിയിട്ട് വേണം നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി ഡൽഹിയിലേക്ക് നേതാക്കൾക്ക് ഇവിടെ നിന്ന് വണ്ടി കയറാൻ. നാളെയും മറ്റന്നാളുമായി തിരക്കിട്ട ചർച്ചകളാണ്. മറ്റന്നാൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാകുമെന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു ഘട്ട സ്ഥാനാർത്ഥിയെങ്കിലും ഇന്ന് പ്രഖ്യാപിക്കണമായിരുന്നു എന്ന് വിചാരിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസിന്റെ അണികളും നേതാക്കളും അടക്കമുള്ള ആളുകൾ. ഇവിടെ നോക്കൂ, നാളെ 40 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കുന്നത്. ഹൈക്കമാൻഡ് ആയിരിക്കും പ്രഖ്യാപിക്കുക. അതായത് 22 സിറ്റിംഗ് സീറ്റിൽ 2 കെ ബാബുവും രാഹുൽ മാങ്കൂട്ടവും മത്സരിക്കുന്നില്ല. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു പൂർണ്ണമായ തീരുമാനമായിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ 19 സിറ്റിംഗ് MLA-മാരും ബാക്കി 11 പേരും, അങ്ങനെ 40 പേരുടെ ലിസ്റ്റ് നാളെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. 2ാം ഘട്ടം എന്ന നിലയ്ക്ക് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ, 3ാം ഘട്ടം അതിനുശേഷം എന്ന നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനമാണ്. ഏറ്റവും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് ഒരുപാട്. കെ സുധാകരനെ ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ല. ഇവിടെ ശിവകുമാറിനെ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴയിൽ ഷുക്കൂർ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായും കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇത്തവണ നേതാക്കൾ തന്നെയാണ് പ്രശ്നങ്ങളുമായി രംഗത്തുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിച്ച് എന്നത്തേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ആശങ്കയുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നാളെ വന്നേക്കുമെന്നേ പറയാൻ കഴിയുകയുള്ളൂ. അത്രയേ ഉള്ളൂ പ്രതീക്ഷ. ഇപ്പോഴും മുതിർന്ന നേതാക്കളുടെ പിടിവാശിയിലൊക്കെ ഉടക്കി നിൽക്കുകയാണ് സ്ഥാനാർത്ഥി ചർച്ചകൾ. അവരെ അനുനയിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു തലവേദനയായി മാറുകയാണ് കോൺഗ്രസിന് എന്നത് തന്നെയാണ് വാസ്തവം.